ദ ഗ്രേറ്റ് ഗ്ലോബറ്റോട്ടർ സ്റ്റീഫ് അച്ചായൻ ടു ഈസ്റ്റ് ആഫ്രിക്ക. ഫുട്ബോളിലെ ദേശാടനക്കാരനായ പരിശീലകൻ എന്ന് വേണമെങ്കിൽ സ്റ്റീഫൻ കോൺസ്റ്റന്റൈനെ വിശേഷിപ്പിക്കാം. ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ റാങ്കിംഗ് കുതിപ്പിന് കാരണക്കാരനായ പരിശീലകൻ എന്നുകൂടി ആളിനെ വിശേഷിപ്പിക്കണം. കാരണം ഇന്ത്യൻ ഫുട്ബോളിലെ റാങ്കിങ്ങിലെ ഏറ്റവും വലിയ ഹൈപ്പിലേക്ക് ടീമിനെ കൊണ്ടുവന്നതൊക്കെ സ്റ്റീഫൻ കോൺസ്റ്റന്റൈനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി കാലഹരണപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായി വന്നപ്പോഴും അധികകാലം നിൽക്കാതെ പോയത്. അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ പരിശീലകനായി മാത്രമല്ല ഇരുന്നത്, പാകിസ്ഥാൻ നാഷണൽ ടീമിൻ്റെ പരിശീലകനായിരുന്നു. അതിനുശേഷം പുള്ളി ഇംഗ്ലീഷ് പരിശീലനമാണ് കേട്ടോ. അതിനുശേഷം പുള്ളി ഒരു സൈപ്രസ് ക്ലബിൻ്റെ പരിശീലകനായിട്ട് പോയി. ഏറ്റവും ഒടുവിൽ അദ്ദേഹം കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള റുവാണ്ടയുടെ പരിശീലകനായിട്ടാണ് നിയമിതനായിരിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ റാങ്കിംഗ് കുതിപ്പിന് കാരണക്കാരനായ പരിശീലകൻ എങ്കിൽ പോലും അദ്ദേഹത്തിന് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കിടയിൽ വളരെ വലിയ സ്വീകാര്യതയൊന്നുമില്ല. ദുർബലരായിട്ടുള്ള ടീമുകളെ തിരഞ്ഞു പിടിച്ച് തോപ്പിച്ച് നമ്മൾ റാങ്കിങ്ങിൽ മുന്നേറി എന്നതിനപ്പുറത്തേക്ക് സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ എന്ന പരിശീലകൻ്റെ കീഴിൽ റാങ്കിങ് മുന്നേറ്റം എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഒരു പടി പോലും വികസിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ലോങ് ബോൾ സ്ട്രാറ്റജിയിൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ താരങ്ങൾ ആ ഒരു സ്ട്രാറ്റജിയിൽ മാത്രം മുഴുകിപ്പോയി. നമ്മൾ നമ്മുടെ ഫുട്ബോൾ ഡെവലപ്മെൻ്റ് എന്നതിനപ്പുറത്തേക്കൊരു ഡീഗ്രഡേഷനിലേക്ക് നയിച്ച ഒരു പരിശീലകൻ കൂടിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അദ്ദേഹത്തിനെ ഇപ്പോഴും ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എനിക്കൊരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ യോജിപ്പൊന്നുമില്ല. ലോങ് ബോൾ കളിച്ച് വിജയങ്ങൾ നേടി പോയിന്റുകൾ ഉണ്ടാക്കി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറിച്ച് അഭിപ്രായമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം.